നമസ്കാരം, ഞാൻ ഡോക്ടർ വർഷ, ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജനറൽ സർജറി കൺസൾട്ടൻറ്റ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ക്യാൻസറാണ്. കേരളത്തിലെ കണക്ക് നോക്കിയാലും ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ഇത് കൂടുതലായിട്ട് വരുന്നത് സ്ത്രീകളിലാണ്. എന്നാലും ഒരു 1-2% പുരുഷന്മാരും ഇത് ബാധിക്കാറുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ മെയിൻലി എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ആണ്. അതായത് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ എല്ലാ മാസവും ഈ വിരലിൻ്റെ അറ്റം കൊണ്ട് തന്നെ സ്തനം പരിശോധിച്ച് നോക്കുക. എന്തെങ്കിലും മുഴയോ ഒരു തടിപ്പോ അങ്ങനെ തോന്നുകയാണെങ്കിൽ, മുലക്കണ്ണിന് നീര് വരികയാണെങ്കിൽ, അതേപോലെ വേദന, പിന്നെ മുറിവുണങ്ങാത്തത്, വ്രണങ്ങൾ, ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം. ഇങ്ങനെ സംശയം തോന്നുമ്പോൾ അപ്പോൾ തന്നെ ഡോക്ടറിനെ കാണിക്കണം. കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഡിസീസസ്, അതായത് ക്യാൻസർ അല്ലാതെ അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഫൈബ്രോസിസ്റ്റിക് ഡിസീസ്, ഫൈബ്രോയിഡിനം, അങ്ങനെ പല ഇതുമുണ്ട്. എന്നാലും ഡോക്ടറിനെ കാണിച്ച് ബയോപ്സിയൊക്കെ ചെയ്തിട്ടാണ് ഇത് കൺഫേം ചെയ്യാറ്. ഇത് കൂടാതെ ബ്രസ്റ്റ് ക്യാൻസർ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പോൾ അതിൻ്റെ സ്പ്രെഡിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ ബ്രെയിനിലോട്ട് സ്പ്രെഡ് ആവുകയാണെങ്കിൽ തലവേദന, ഛർദി അങ്ങനെയൊക്കെ ഉണ്ടാവാം. ലങ്സിൽ സ്പ്രെഡ് ആവുകയാണെങ്കിൽ ശ്വാസമുട്ടലായിട്ട് വരാം. എല്ലിനെ ബാധിക്കുമ്പോൾ നടുവേദന, ഫ്രാക്ചേഴ്സ് ഇതൊക്കെ കാണാം. വയറിൽ വീക്കം വരാം. ഇതൊക്കെ സ്പ്രെഡിൻ്റെ ലക്ഷണങ്ങളാണ്. അതൊക്കെ ലേറ്റ് സ്റ്റേജസിലാണ് കാണുന്നത്. അപ്പോൾ ഏർലി തന്നെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങളൊന്നും, ഈ സ്പ്രെഡൊക്കെ നമുക്ക് തടയാൻ പറ്റും കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ. അപ്പോൾ ആരിലൊക്കെയാണ് ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതൽ, അതായത് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പം പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിലാണ് ഇത് കോമൺ ആയിട്ട് വരുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അവരിൽ നാച്ചുറലായിട്ട് കാണുന്ന ഹോർമോൺസ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. അപ്പോൾ ഇത് കൂടുതലായിട്ട്, അതായത് പ്രായം കൂടുന്തോറും ഈ ഹോർമോണിൻ്റെ എഫക്റ്റ് കൂടും. അതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകളും കൂടും. അതുകൂടാതെ ഇപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ചില സ്ത്രീകളിൽ, മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അതേപോലെ OCPs ഇതിലൊക്കെ ഹോർമോൺസ് ഉണ്ട്. ഇതൊക്കെ റിസ്ക് കൂട്ടുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള. അതേപോലെ ഇപ്പം പ്രായം കുറഞ്ഞിട്ട് ആർത്തവം തുടങ്ങുന്നതും, അതും ലേറ്റായിട്ട് മെനോപോസ് വരുന്ന സ്ത്രീകളിൽ അത്രയും ദീർഘകാലം അവർ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ആയിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അവരിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പ്രഗ്നൻസി, പിന്നെ മുലയൂറ്റുന്നത്, ഇതൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. അതൊക്കെ ഹോർമോണിൻ്റെ എഫക്റ്റ് കുറയ്ക്കുന്നു. ബ്രസ്റ്റിന് ക്യാൻസർ വരാനതിന് കുറച്ച് 1% വരെ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് പറയുകയാണെങ്കിൽ ഒരു തവണ പോലും പ്രഗ്നൻ്റ് ആവാത്ത സ്ത്രീകൾ, അതായത് കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. ഇപ്പം അമിതവണ്ണം, സ്ട്രെസ്, മദ്യപാനം, പുകവലി, ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അതേപോലെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക്കും ഇത് കൂട്ടുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ, അതായത് ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, മദ്യപാനം, പുകവലിയൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ചെറിയൊരു രീതിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കുന്നത് നമുക്ക് തടയാം. പക്ഷെ അതൊരു 20-30% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഹോർമോൺസ് തന്നെയാണ്. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. പാരമ്പര്യമായിട്ട് കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അത് ചെറുപ്രായത്തിൽ തന്നെ സ്ത്രീകളിൽ കാണാം. 30-40 വയസ്സിലൊക്കെ ഉണ്ടാവും. അത് ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം പാരമ്പര്യമായിട്ട് അത് ഉണ്ടാവാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ സ്ത്രീകളിലും, ഹോർമോൺസ് ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളിലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസസ് ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? മെയിനായിട്ട് പറയുകയാണെങ്കിൽ മാറിലൊരു മുഴ അല്ലെങ്കിൽ ഒരു തടിപ്പ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാം. കക്ഷത്തിലൊരു മുഴയായിട്ട് അത് കാണാം. അതേപോലെ സ്തനത്തിൻ്റെ തൊലിയിൽ എന്തെങ്കിലും ഒരു കളർ വ്യത്യാസം, ഉണങ്ങാതെ വ്രണങ്ങൾ, മുറിവുകൾ, അത് വേദനയില്ലാതെ മുറിവുകളായിരിക്കും കാര്യമായിട്ട്. അതേപോലെ മുലക്കണ്ണിന് നീര് വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് സംശയം തോന്നുമ്പോൾ ഡോക്ടറിനെ കൃത്യസമയത്ത് തന്നെ കാണിക്കണം. കാരണം ഏർലി സ്റ്റേജിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഡയഗ്നോസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് നോർമലായിട്ടുള്ള ഒരു ലൈഫിലോട്ട് തിരിച്ചു വരാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസിസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ കുറേ ടെസ്റ്റുകളുണ്ട്. മാമോഗ്രാം ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ഉണ്ട്, ബയോപ്സി എടുക്കണം, FNAC, നീര് കുത്തി പരിശോധിച്ച്, അങ്ങനെ അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് പറയുകയാണെങ്കിൽ മെയിൻലി സർജറിയാണ്, ശസ്ത്രക്രിയ. അതും കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ സ്തനം മുഴുവനായിട്ട് നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുഴ മാത്രമായിട്ട് നീക്കം ചെയ്യാം. കക്ഷത്തിൽ സർജറി ചെയ്യാം. സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോവാം.
അതേപോലെ കീമോതെറാപ്പി എടുക്കണം. കീമോതെറാപ്പിയും വലിയ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത രീതിയിൽ തന്നെ കീമോതെറാപ്പിയും എടുക്കാം. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ഫുൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 8-10 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സാധാരണ ജീവിതത്തിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഇത് തന്നെയാണ്, ബ്രസ്റ്റ് ക്യാൻസർ ഒരു കോമൺ ആയിട്ടുള്ള ക്യാൻസർ ആണ്. അതിനെ കുറിച്ച് എല്ലാവരും അവെയർ ആയിരിക്കണം. കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് കറക്റ്റ് സമയത്ത് എടുത്താൽ നമുക്ക് ഒരു വളരെ നല്ല ഔട്ട്കം ഉള്ള ഒരു ഡിസീസാണ് ബ്രസ്റ്റ് ക്യാൻസർ. താങ്ക് യു.